ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചു തന്ന ഒരു കാര്യം, അത് പ്രാർത്ഥനയായി ഞാൻ നിങ്ങളോട് തന്നെ പറയുകയാണ്. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, കോപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക, കോപം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകമായി കോപത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഇന്ന് ദൈവം നമ്മെ നോക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമ്മിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പലരെയും കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഇന്ന് കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത്, കോപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഇത് അന്തരാത്മാവിൽ നിന്നും നിങ്ങളുടെ ആ കോപം എടുത്തു മാറ്റണം. കോപം ഒരു ദുരാത്മാവാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ കോപിക്കരുത്, കോപിക്കുന്നവന് കാരാഗ്രഹ അനുഭവമാണ് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം നമ്മുടെ അന്തരാത്മാവിലുള്ള കോപമാണ്. കോപം അഹങ്കാരത്തിൽ നിന്നും ഉളവാകുന്നതാണ്. അതിനാൽ നാം എന്തിന് കോപിക്കണം? ചെറിയ ചില മിസ്റ്റേക്കുകൾ കാരണം, മറ്റുള്ളവരുടെ ചെറിയ അപ്രതീക്ഷിതമായ മിസ്റ്റേക്കുകൾ കാരണം, അവിശ്വസ്തത കാരണം, നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ കാരണം, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ, ഇവയെല്ലാം കാരണം പല വിധത്തിൽ കോപം നമ്മെ തകർക്കുന്നു. ശരിക്കും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ടാകാം നാം കോപിക്കുന്നത്. എന്നാൽ കോപിക്കുന്തോറും നമ്മുടെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്ന് ഈ തിരുവചനം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ തിരുവചനം ഇന്ന് നാം പഠിക്കുന്ന തിരുവചനം നിങ്ങൾക്ക് എത്രമാത്രം ആവർത്തിച്ച് പഠിക്കാമോ അത് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും കോപത്തിൻ്റെ വിത്ത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മിൽ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 15:13 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും. നമ്മുടെ അന്തരാത്മാവിലേക്ക് നോക്കുക. അവിടെ കോപത്തിൻ്റെ വിത്ത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ദൈവം അരുളി ചെയ്യുന്നു, കോപം നമ്മെ പരാജയത്തിലേക്കും നഷ്ടത്തിലേക്കും തകർച്ചയിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. അതിനാൽ പരസ്പരമുള്ള കോപവും വിദ്വേഷവും നമുക്ക് മാറ്റാം. ദൈവത്തിൻ്റെ സമാധാനവും ശാന്തതയ്ക്കും എളിമയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ കണ്ട് ആണ് എങ്കിൽ കർത്താവ് എത്രമാത്രം നമ്മോട് കോപിക്കണം. നീതിമാനായ ദൈവം നമ്മോട് ശാന്തമായി അല്ലേ പെരുമാറുന്നത്? അതിനാൽ നമുക്കും മറ്റുള്ളവരുടെ കുറവുകളെ കാണുമ്പോൾ അനാവശ്യമായി കോപിക്കേണ്ട. മറ്റുള്ളവർ തെറ്റ് ചെയ്താലും നാം കോപിക്കാൻ നമുക്ക് തെറ്റുപറ്റാറില്ലേ? നമുക്കാർക്കും തെറ്റുപറ്റാത്ത വ്യക്തികളാണോ നാം മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ കോപിക്കാൻ? അതിനാൽ കോപത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തു വരിക. ഈ തിരുവചനം ആവർത്തിച്ച് പഠിക്കുന്നതോടൊപ്പം, ഉരുവിടുന്നതോടൊപ്പം നിങ്ങളുടെ കോപത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ കിട്ടും. കഴിയുന്നത്ര 1000 തവണ വേണമെങ്കിൽ 1000 തവണ, 10,000 തവണ വേണമെങ്കിൽ 10,000 തവണ, എത്രമാത്രം ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാമോ അത് നിങ്ങൾ ചെയ്യുക. അത് കാണാപ്പാഠം പഠിക്കുക, അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് ആ കോപത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോകാൻ ഈ വചനം നിങ്ങളെ സഹായിക്കും. ഈശോ അരുളി ചെയ്യുന്നു, എൻ്റെ വാക്കുകൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും. അതിനാൽ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ വളരെ കാര്യമായി അതെടുക്കുക, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക, നിങ്ങൾ അത് പഠിക്കുക.
ആ വചനം നമുക്ക് അനുസരിക്കാനും നമ്മെ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹരാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. മത്തായിയുടെ 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള തിരുവചനം നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക, പ്രാർത്ഥിക്കുക, ഉരുവിടുക, അത് അനുസരിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ഇതൊരു വലിയ അനുഗ്രഹമായി മാറും. ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഉയർച്ചയും സമാധാനവും സന്തോഷവും നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അന്തരാത്മാവിലുള്ള കോപമാണ്. ഈ കോപം നമ്മെ ദുരിതത്തിലേക്ക് നയിക്കും. ഈ കോപം നമ്മെ എങ്ങും എത്തിക്കാതെ അവസ്ഥയുണ്ടാകും. എത്ര അധ്വാനിച്ചാലും എത്ര പ്രവർത്തിച്ചാലും നമുക്ക് ഫലമുണ്ടാകുന്നില്ല. നമ്മുടെ അധ്വാന ഫലം ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിരാശയും പരിതാപകരമായ അവസ്ഥയുമാണ് ഇതിൻ്റെ മൂലകാരണം. കർത്താവിൻ്റെ വചനമനുസരിച്ച് അത് കോപം തന്നെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവായ യേശു അരുളി ചെയ്ത വചനങ്ങൾ അത് നിത്യമാണ്, സത്യമാണ്, ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. അവിടുത്തെ വചനത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നത്, ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല. അത് തകർന്നു പോവുകയില്ല, അത് നിത്യമാണ്. അതിനാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും തകരുകയില്ല. ദൈവവചനം അനുസരിക്കുന്നവന് ഒരിക്കലും അന്ധകാരത്തിൽ ജീവിക്കേണ്ടി വരികയില്ല. എന്തെന്നാൽ പ്രകാശത്തിൻ്റെ വചനം അത് ഒരിക്കലും ആർക്കും നമ്മെ അന്ധകാരത്തിൽ ഇടാൻ സാധിക്കുകയില്ല. അതിനാൽ ദൈവവചനം സ്നേഹത്തിൻ്റെ വചനമാണ്. ദൈവം സ്നേഹമാണ്. അതിനാൽ ദൈവവചനം സ്നേഹമാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മിൽ സ്നേഹമല്ലാതെ നമുക്കെന്താണ് നമ്മെ ഉയർത്താൻ സാധിക്കുന്നത്? അതിനാൽ അനാവശ്യമായ കോപം എന്നേക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതെറിയുക. കർത്താവിൻ്റെ ഈ വചനം നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും കോപത്തിൽ നിന്നും നിങ്ങൾക്ക് ശമനം കിട്ടും. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നിറയും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കാരാഗ്രഹ അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. കാരാഗ്രഹം എന്ന് നാം വിശ്വസിക്കുന്നത് നിരാശയുടെ, ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ, തകർച്ചയുടെ, പരാജയങ്ങളുടെ,
ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയാണ്, പരാതിയുടെ അവസ്ഥയാണ്. അതിനാൽ നമുക്ക് കോപം എന്നേക്കുമായി ഉപേക്ഷിക്കാം. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും നമുക്ക് തന്നെ നോക്കാം. അനാവശ്യമായ കോപം കാരണം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. നമ്മിലെല്ലാവരിലും കോപമുണ്ട്. നാം ചിന്തിക്കാം, നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ കോപമുള്ളൂ. അങ്ങനെയല്ല. നമ്മിൽ ഓരോരുത്തരിലും, മനുഷ്യനായി പിറന്ന ഓരോരുത്തരിലും കോപത്തിൻ്റെ വിത്ത് ഉണ്ട്. അതെന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടത് ദൈവവചനത്തിൽ കൂടി അതെന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുക. തീർച്ചയായും നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും കരകയറിയിരിക്കും. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങളെ ഉയർത്തിയിരിക്കും. നിങ്ങളുടെ അധ്വാന ഫലം ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ അവകാശങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. അതിനാൽ കോപം വെടിഞ്ഞ് സ്നേഹത്തിൽ ആയിരിക്കുക. ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹം മാത്രമാണ് നമുക്ക് നിലനിൽപ്പ് ഉള്ളൂ. സ്നേഹത്തിന് മാത്രമേ എന്നേക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കാം. നമുക്കൊന്നുമില്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്. സ്നേഹമുള്ളിടത്ത് ശാന്തതയുണ്ട്. സ്നേഹമുള്ളിടത്ത് കാര്യഗൗരവമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സ്നേഹമുള്ളിടത്ത് വിജയമുണ്ട്. സ്നേഹമുള്ളിടത്ത് അഹങ്കാരമില്ല. സ്നേഹമുള്ളിടത്ത് എളിമയുണ്ട്. സ്നേഹമുള്ളിടത്ത് സമൃദ്ധിയുണ്ട്. സ്നേഹമുള്ളിടത്ത് എല്ലാ നന്മകളുമുണ്ട്, അഭിവൃദ്ധിയുണ്ട്. അതിനാൽ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഇന്നും എന്നും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം. ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമേ നേടിയിട്ടുള്ളൂ. കോപം കൊണ്ട് ആരും ജീവിതത്തിൽ ഉയർന്നിട്ടില്ല. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ നാം ഓരോരുത്തരും കോപം എന്നേക്കും ഉപേക്ഷിച്ചു കളഞ്ഞ് ദൈവസ്നേഹത്താൽ നിറയാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കണം. അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് കോപത്തിൻ്റെ ദുരാത്മാവ് വിട്ടകലും. ഈശോ മിശിഹായിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവേ, ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ കരുണയുണ്ടാകണമേ. കോപത്തിൽ നിന്നും കഠിനമായ ശത്രുതയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ ഈ ദുരിതാവസ്ഥയിൽ നിന്ന്, ഞങ്ങളുടെ ശാപത്തിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ദൈവമേ, കാരാഗ്രഹ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ ഇന്നും എന്നും നീ മോചിപ്പിക്കണമേ. ഞങ്ങൾ കോപം എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുന്നു. ഇന്നു മുതൽ ഞങ്ങൾ കോപിക്കുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സമാധാനത്താൽ ഞങ്ങൾ കോപിക്കുന്ന അവസ്ഥ വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവമേ, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കോപം എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ദൈവമേ, കോപത്തിൻ്റെ ദുരാത്മാവിനെ ഞങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ച് ദൈവാത്മാവിനെ ഞങ്ങളിൽ നിവേശിപ്പിക്കണമേ. എളിമയുടെയും വിവേകത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എന്നേക്കും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുന്നവരെ പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ നിയോഗങ്ങളെ കർത്താവേ നീ സാധിച്ചു കൊടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നിവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. കോപത്തിൻ്റെ ദുരാത്മാവിനെ അങ്ങയുടെ കാൽ കീഴിലാക്കി എന്നേക്കും തകർത്ത് കളഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിവേശിപ്പിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ തിരുവചനം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് കോപം എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ശാന്തതയും സമാധാനവും സന്തോഷവും കൊണ്ട് കർത്താവ് ഇന്നും എന്നും നിങ്ങളെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.